ഹായ് കൂട്ടുകാരെ, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ളൊരു വിഭവമാണ്. നമുക്ക് ലീവൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളിലേ 10 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് നമ്മൾ ചായ കുടിക്കൂലേ, ആ ടൈമിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ല ആസ്വദിച്ച് കഴിക്കാനുള്ള ടൈമും ഉണ്ടാവും അന്നേരം. അല്ലെങ്കിൽ 4 മണിക്ക് നമ്മൾ ചായ കുടിക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്ക്. എല്ലാവരും പറയും നല്ല സൂപ്പറാണ്, ഇനിയും ഉണ്ടാക്കി നോക്കണം. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കപ്പേൻ്റെ മുകളിൽ തന്നെ വെള്ളം നിൽക്കണേ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ കുറേ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇനി അത് വേവിക്കാനായിട്ട് വെക്കുക. ഏകദേശം നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കുക. കടുക് അധികം ഇഷ്ടമില്ലാത്തവർ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചുവന്ന മുളകും കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അധികം കരിഞ്ഞു പോകാൻ നോക്കണം കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, നേരത്തെ കപ്പയിൽ ഉപ്പിട്ടുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഏകദേശം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. കപ്പ നല്ലോണം വെന്തതുകൊണ്ട് നല്ല കുഴഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ കപ്പ ഏകദേശം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് കപ്പയ്ക്ക് കൂട്ടാൻ കാന്താരി പൊടിച്ചത് ഉണ്ടാക്കാം. അതിനായിട്ട് ചെറിയുള്ളി, കാന്താരി, വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ചെറിയുള്ളിയും കാന്താരിയും നന്നായിട്ട് ചതച്ചെടുക്കുക. ഇത് മിക്സിയിൽ അടിച്ചെടുത്താലും കുഴപ്പമില്ല. ഇതിൽ ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നന്നായിട്ട് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. നേരത്തെ എണ്ണ എടുത്ത് വെച്ച ബൗളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചും കൂടി ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കാന്താരി പൊടിച്ചതും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. 4 മണിക്കോ 10 മണിക്കോ ഒക്കെ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.